ഇവാസ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് റൗണ്ട് കേക്കിനെ എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഹാർട്ട് ഷേപ്പിലേക്ക് ആക്കാമെന്നുള്ള വീഡിയോ ആട്ടോ. അപ്പോൾ ഈ റൗണ്ട് കേക്കിൻ്റെ സെൻറ്ററിൽ കൂടെ 2 വരകൾ നമ്മൾക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 2 സൈഡിലും ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് നമുക്കത് കട്ട് ചെയ്തിട്ട് ബാക്ക് സൈഡിലോട്ട് വെച്ച് കൊടുക്കാം. നമ്മൾ മോൾഡിൽ ചെയ്തെടുക്കുന്നതിനേക്കാളും നല്ല പെർഫെക്റ്റ് ആയിട്ട് ഹാർട്ട് ഷേപ്പ് കിട്ടും കേട്ടോ ഇങ്ങനെ ചെയ്തെടുത്താൽ. അപ്പോൾ എന്താ ഞാൻ 2 സൈഡിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഓൾറെഡി നേരത്തെ ഫ്രിഡ്ജിൽ സെറ്റാകാൻ വെച്ചതിന് ശേഷം ഞാനിത് എടുത്തതാട്ടോ. നമ്മൾ ആദ്യം തന്നെ ഐസിങ് ചെയ്തതിന് ശേഷം ഡയറക്റ്റ് കട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നമ്മൾ പാലറ്റ് നൈഫ് വെച്ച് വെക്കുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് ഓൾറെഡി ഒരു ഓവർനൈറ്റ് ഫുള്ള് ഞാൻ വെച്ചിരുന്നത് കൊണ്ടാണ് അത് സെറ്റായിട്ടിരിക്കുന്നത്. അപ്പോൾ അത് ആ സെൻറ്ററിലും കൂടെ ഒത്തിരി ഭാഗവും നമ്മൾ കട്ട് ചെയ്യുന്നില്ല. ആ ഹാർട്ട് ഷേപ്പ് കറക്റ്റ് വരാനായിട്ട് ഒരു ലേശം ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് നമ്മൾ ഇങ്ങനെ ഒട്ടിയിരിക്കാത്ത ഭാഗത്തായിട്ട് കുറച്ച് ക്രീമൊക്കെ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ നല്ല ഷേപ്പിനായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്രം കോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഐസിങ് ചെയ്തെടുക്കാവേ. കുറച്ച് നേരം ഫ്രിഡ്ജിൽ സെറ്റാക്കാൻ വെച്ചതിന് ശേഷം ഐസിങ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഐസിങ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഒരു ഓവർനൈറ്റ് ഫുള്ള് ഞാൻ വെച്ചിരുന്നതാണ്. പ്രത്യേകിച്ച് ഡിസൈനൊന്നും ഞാൻ ഓർത്തിരുന്നില്ല. എനിക്ക് പെട്ടെന്ന് തോന്നിയ ഒരു ഡിസൈനായിരുന്നു ഞാൻ ഈ ഹാർട്ട് ഷേപ്പ് വെച്ചാലോ എന്നുള്ളത്. അതുകൊണ്ട് ഡയറക്റ്റ് തന്നെ കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഐസിങ് ചെയ്തെടുത്തതാണേ. അപ്പോൾ ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് റെഡ് ക്രംസ് മുകളിലൊന്ന് അരിച്ചിട്ടിട്ട് കൊടുക്കാവേ. റെഡ് വെൽവെറ്റിൻ്റെ സ്പഞ്ച് ചെയ്തതിൻ്റെ സെൻറ്ററിലുള്ള കുറച്ച് കത്തിയും കൊണ്ട് പയ്യെ ഒന്ന് ചിരണ്ടി എടുത്ത് കുറച്ച് പൊടിയാണത് കേട്ടോ. കൂടുതലായിട്ടൊന്നും എടുത്തിട്ടില്ല. അത് മാത്രം ഞാൻ കൈ കൊണ്ട് മാത്രം ജസ്റ്റ് ഒന്ന് ഞെരടി എടുത്ത് ഒന്ന് പൊടിച്ചെടുത്തത് മാത്രമേ ഉള്ളൂ. എന്നിട്ട് അരിച്ചെടുത്തു. പിന്നെ കേക്കിൻ്റെ പുറത്തേക്ക് വീണത് ഞാൻ കൈ കൊണ്ട് തന്നെ പയ്യെ ജസ്റ്റ് ഒന്ന് ചേർത്തൊന്ന് ഒരു ലൈൻ പോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്.
ഇങ്ങനെ തന്നെ കാണാനും ഒരു പ്രത്യേക ഭംഗിയുണ്ടല്ലേ. പിന്നെ കുറച്ചും കൂടി ഒരു ഭംഗിക്കായിട്ട് ഒരു വൈറ്റ് ഫ്ലവേഴ്സ് ഫോണ്ടൻറ്റിൽ കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഒരു 2-3 എണ്ണം വെച്ച് കൊടുക്കുന്നുണ്ടേ. അപ്പോൾ ഇതാ ഹാർട്ട് ഷേപ്പ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ എന്ന ഫോണ്ടിൽ എഴുതിയതും കൂടി ഒന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം കംപ്ലീറ്റ് ആയിട്ടോ. അപ്പോൾ എഴുതുന്നതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.